ഹായ് നമസ്കാരം. സാമ്പത്തികമായിട്ട് താഴേക്കടയിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു വന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിലൊരാളാണ് അഖിൽ മാരാർ. അയാൾ ഇതുപോലെ തന്നെ താഴേക്കടയിൽ നിന്നും അയാളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മുകളിലോട്ട് കയറി വന്ന വ്യക്തിയാണ്. അയാൾ ഒരാൾ ബൂസ്റ്റ് ചെയ്യാനോ ലിഫ്റ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ കഴിവുകൊണ്ട് മാത്രം കയറി വന്നതാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അയാൾ വളരെ സജീവമാണ്. അതേപോലെ തന്നെയാണ് ഡിബേറ്റുകളിൽ എല്ലാത്തിലും അയാളെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ പറയാനുള്ള കാരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു മാസം പണിയെടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ ഒരാഴ്ച പണിയെടുക്കുന്ന പൈസ എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അണ്ടർലൈൻ ചെയ്ത് അത് മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അയാൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അതിപ്പോൾ ആരായാലും ശരി, അഖിൽമാരായാലും ശരി, ആരായാലും ശരി, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. കണ്ട കാര്യം ശരിയാണെങ്കിൽ ഞാൻ തുറന്നു പറയും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, അയാളുടെ ടാലൻ്റാണ് അയാൾ പറയുന്നത്. അല്ലാണ്ട് അയാൾ കഞ്ചാവ് വിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് കാശുണ്ടാക്കിയെന്നോ അല്ലാണ്ട് കള്ളച്ചാരായം വിറ്റ് കാശുണ്ടാക്കിയെന്നോ അല്ല അയാൾ പറയണത്. അയാളുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിക്ക് അയാൾ പൈസ ഉണ്ടാക്കുന്ന കാര്യമാണ് അയാൾ പറയണത്. മറ്റുള്ള ആൾക്കാർ പറയുന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ പൈസയുടെ കണക്ക് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാൻ ആരുമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താ വെച്ചാൽ, ഒരാൾ നന്നാവുന്നത് അടുത്ത ആൾ കണ്ടുകൂടാ. അതൊരു മെയിൻ പ്രധാനമാണ്. അടുത്ത ആൾ നന്നാവുമ്പോൾ അയാൾക്ക് മറ്റുള്ള ആൾക്ക് ഉള്ളിലുണ്ടാകുന്നൊരു ബ്ലാസ്റ്റിങ്, അതെങ്ങനെയാണ് പുറത്തു വരിക പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇയാളോട് പ്രതികരിക്കാൻ പറ്റാത്ത കൊണ്ട് ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ അവർ വായി തോന്നി വിളിച്ചു പറയുന്നു. നീ കിടന്നുണ്ടാക്കി, മലന്നുണ്ടാക്കി, കുമ്പിട്ടുന്നുണ്ടാക്കി. ഈ പറയുന്ന യോഗ്യന്മാർ അയാൾ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് തെറ്റ്? അത് വ്യക്തമായി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യും നിങ്ങൾ. എന്നിട്ട് അയാളോട് പറയും, ഇന്ന കാരണം കൊണ്ടാണ് നിന്നെ കുറ്റം പറയുന്നത് എന്നൊരു കാരണം നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് പറയേ. അപ്പോൾ ഓക്കെ, അയാൾ എത്രയോ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഒരു വീഡിയോ പോലും അയാൾക്ക് പ്രതികരിച്ചിട്ട് ഇന്ന കാര്യം ശരിയല്ല, ഇതാണ് ഇതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ചുമ്മാ അഖിൽമാരാരെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കമൻ്റ് ഇടാൻ. അതുപോലെ മൈത്രേയൻ എന്തൊക്കെ മണ്ടത്തരം വിളിച്ച് പറയുന്നുണ്ട്, ആരൊന്നും പറയുന്നില്ലോ. എന്താ വെച്ച് പറഞ്ഞാൽ, മൈത്രേയൻ്റെ പൈസയുടെ സ്രോതസ് ആർക്കും അറിയില്ല. അയാൾക്ക് എത്ര വരുമാനം ഉണ്ടെന്നോ അയാൾക്ക് എത്ര കോടി രൂപയുണ്ടെന്നോ